മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. രാവിലെ 5 മണി നിങ്ങൾ ഞങ്ങളുടെ കൂടെ രാവിലെ എണീക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഞാൻ ആ ഡെഡിക്കേഷനെ സല്യൂട്ട് ചെയ്യുന്നു. കാരണം രാവിലെ 5 മണിക്ക് എണീറ്റിരുന്ന് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ചെറിയ കാര്യമല്ല. നിങ്ങൾ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സൂപ്പർ, ഒന്നും പറയാനില്ല മക്കളെ. നിങ്ങൾ രാവിലെ 5 മണിക്ക് എണീക്കുന്നതിന്റെ ഫലം, ആ കഷ്ടപ്പെടുന്നതിന്റെ ഫലം ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 2027 റാങ്ക് ലിസ്റ്റുകൾ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ആദ്യം തന്നെ കാണാൻ പറ്റും. ആദ്യ പേരുകൾ നിങ്ങളുടേതായിരിക്കും. ഞാനാ പറയുന്നത്, ഉറപ്പിച്ചോ. 2027 കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGSന്റെ, CPOയുടെ, സബ് ഇൻസ്പെക്ടർ, അങ്ങനെ എല്ലാ പരീക്ഷകളുടെയും റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെ ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കാണാൻ പറ്റും. ഉറപ്പിച്ചോ, ഈ വാക്ക് നിങ്ങൾ ഉറപ്പിച്ചോ, ഞാനാ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കോണ്ടന്റിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 5 മണിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഹൈഡ്രോ പവർ പ്രോജക്റ്റ് എന്ന ടോപ്പിക്ക്, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ എന്ന ടോപ്പിക്ക് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിൽ ഇതിന്റെ നോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 12 പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജലവൈദ്യുത പദ്ധതികൾ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണത്? പള്ളിവാസലാണ്. 1940 പള്ളിവാസൽ പ്രോജക്ട് കമ്മീഷൻ ചെയ്തത്. 1940 ആരംഭിച്ചു. ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ 1940 കമ്മീഷൻ ചെയ്തത്. ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഓർത്തിരിക്കുക, ശ്രീ ചിത്ര തിരുനാളിന്റെ കാലത്താണ് പള്ളിവാസൽ പ്രോജക്ട് കമ്മീഷൻ ചെയ്തത്. അപ്പോ ആരുടെ കാലത്താണ് പള്ളിവാസൽ പ്രോജക്ട് കമ്മീഷൻ ചെയ്തത്? ശ്രീ ചിത്ര തിരുനാളിന്റെ കാലത്താണ് പള്ളിവാസൽ പ്രോജക്ട് കമ്മീഷൻ ചെയ്തത്. മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. പള്ളിവാസലിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഒരിക്കൽ കൂടെ, പള്ളിവാസലിൽ നിന്ന് പുറന്തള്ളുന്ന ജലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഏതാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ചെങ്കുളമാണ്. ഓക്കെ, ചെങ്കുളം. സോ ചെങ്കുളം കമ്മീഷൻ ചെയ്തത് 1954 ഏതു നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. ഏതു ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? സോ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം. 1954 മുതിരപ്പുഴ, ഇടുക്കി. ഓക്കെ, ക്ലിയർ ആണ്, സെറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. മലബാർ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. മലബാർ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. 1972 കുറ്റ്യാടി പ്രോജക്ട് കമ്മീഷൻ ചെയ്തത്. 1972 ഏതു നദിയിലാണ്? കുറ്റ്യാടി പുഴയിലാണ്. ഓക്കെ, കുറ്റ്യാടി പുഴ. ഏത് ജില്ലയിലാണ്? കോഴിക്കോടാണ്. ഏത് ജില്ലയിലാണ്? കോഴിക്കോടാണ്. ഓക്കെ, കോഴിക്കോട്. ഓക്കെ, അപ്പൊ മലബാർ മേഖലയിൽ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. 1972 കുറ്റ്യാടി പുഴ, കോഴിക്കോട്. 3 ക്വസ്റ്റ്യനുകൾ. കേരളത്തിൽ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. 1940 മുതിരപ്പുഴ, ഇടുക്കി. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം. 1954 മുതിരപ്പുഴ, ഇടുക്കി. മലബാർ മേഖലയിൽ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. 1972 കുറ്റ്യാടി പുഴ, കോഴിക്കോട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ മണിയാർ ആണ്. കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. 1994 മണിയാർ പ്രോജക്ട് ആരംഭിച്ചത്. ഏത് നദിയിലാണ്? പമ്പയിലാണ്. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പമ്പയുടെ പോഷക നദിയായ കക്കട്ടയാറിലാണ് ഈ മണിയാർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത്. സോ ഓർത്തിരിക്കുക, കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. 1994 പമ്പ. ഏത് ജില്ലയാണ്? പത്തനംതിട്ടയാണ്. പമ്പ, പത്തനംതിട്ട. ഓക്കെ, നെക്സ്റ്റ് വൺ. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ. 2001 കുത്തുങ്കൽ പ്രോജക്ട് കമ്മീഷൻ ചെയ്തത്. ഏത് നദിയിലാണ്? പന്നിയാറിലാണ്. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. പന്നിയാർ, ഇടുക്കി. ഓക്കെ, അപ്പോ 2 ക്വസ്റ്റ്യനുകൾ ഏതൊക്കെയാണ്? ഒന്ന്, കേരളത്തിൽ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. 1994 പമ്പ, പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ. 2001 പന്നിയാർ, ഇടുക്കി. 2001 പന്നിയാർ, ഇടുക്കി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം.
കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം ഏതാണ്? നല്ല ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ തിരുവനന്തപുരമാണ്. 1929 തിരുവനന്തപുരം നഗരം വൈദ്യുതീകരിച്ചത്. സോ കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരം. 1929 തിരുവനന്തപുരം നഗരം വൈദ്യുതീകരിച്ചു. നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ ഒരു സ്ഥലമുണ്ട്, പവർ ഹൗസ് റോഡ് എന്നാണ് അതിന്റെ പേര്. നമ്മൾ ആ പവർ ഹൗസ് റോഡ് വഴി അങ്ങനെ പോകുമ്പോൾ അവിടെ KSEB ഒരു ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ മേളിൽ ഒരു ശംഖുണ്ട്, അതിന്റെ താഴെ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് 1929. ഓക്കെ, അപ്പൊ കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരം. 1929 തിരുവനന്തപുരം നഗരം വൈദ്യുതീകരിച്ചത്. മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോടാം. കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? നല്ല ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച ഗ്രാമപഞ്ചായത്ത് കണ്ണാടിയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് സമ്പൂർണമായി വൈദ്യുതീകരിച്ച ഗ്രാമപഞ്ചായത്ത് കണ്ണാടി. ഈ കണ്ണാടി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, പാലക്കാട് ജില്ല. അപ്പൊ കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച ഗ്രാമപഞ്ചായത്ത് കണ്ണാടി, പാലക്കാട്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച നിയമസഭാ മണ്ഡലം. കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച നിയമസഭാ മണ്ഡലം മങ്കട, മലപ്പുറമാണ്. കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച നിയമസഭാ മണ്ഡലം മങ്കട, മലപ്പുറം. മങ്കട, മലപ്പുറം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച ജില്ല ഏതാണ്? കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച ജില്ല പാലക്കാടാണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച ജില്ല പാലക്കാടാണ്. ഓക്കെ, പാലക്കാട്. മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോടാം. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ആരംഭിച്ച, ഒരിക്കൽ കൂടെ, ഒരു ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ മാങ്കുളമാണ്. ഓക്കെ, മാങ്കുളം. ഈ മാങ്കുളം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മാങ്കുളം, ഇടുക്കി. തെറ്റരുത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മനസ്സിനകത്ത് ആദ്യം മീൻവല്ലം, ഓടിങ്ങെത്താം. തെറ്റരുത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഗ്രാമപഞ്ചായത്തിന് കീഴിൽ ആരംഭിച്ച, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മാങ്കുളം, ഇടുക്കി. എന്നാൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി, ഒരു ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ മീൻവല്ലമാണ്. ഓക്കെ, മീൻവല്ലം. ഈ മീൻവല്ലം പ്രോജക്റ്റ് ഏതു നദിയിലാണ്? തൂതപ്പുഴയിലാണ്. മീൻവല്ലം പ്രോജക്റ്റ് തൂതപ്പുഴ ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ലയാണ്. ഓക്കെ, പാലക്കാട്. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി ഏതാണത്? മീൻവല്ലം. മീൻവല്ലം പ്രോജക്റ്റ് ഏതു നദിയിലാണ്? തൂതപ്പുഴയിലാണ്. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ ഇവിടെ തൂതപ്പുഴ എന്ന് പറയുമ്പോൾ ഒരു കാര്യം തെറ്റരുത്, ജസ്റ്റ് മനസ്സിൽ നിങ്ങൾ വെച്ചേക്കണം. ഓക്കെ, ഇവിടെ ഞാൻ ഇങ്ങനെ ഈ വരച്ചിരിക്കുന്നത് നീലഗിരിയാണെന്ന് സങ്കല്പിച്ചോ. ഞാൻ ഇങ്ങനെ ആരെ മാർക്ക് ചെയ്തു? നീലഗിരിയെ മാർക്ക് ചെയ്തു. മക്കളെ, നീലഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ടു നദികളാണ്. നീലഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ടു നദികളാണ്. ഒന്ന് ഈ പോകുന്ന കുന്തിപ്പുഴയാണ്. ഒന്നാമത്തേത് കുന്തിപ്പുഴ, രണ്ടാമത്തേത് ഭവാനിയാണ്. ഒന്ന് കുന്തിപ്പുഴ, രണ്ടാമത്തെ ആരാണ്? ഭവാനിയാണ്. ഓക്കെ, ഭവാനി. നീലഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ടു നദികളാണ് കുന്തിപ്പുഴ, ഭവാനി. ഓക്കെ, തെറ്റരുത്. ആനമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി പാമ്പാറാണ്. എന്നാൽ നീലഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ടു നദികളാണ് കുന്തിപ്പുഴ, പിന്നെ ഭവാനി. ഇതിനകത്ത് ഈ കാണുന്ന ഈ നാഷണൽ പാർക്കാണ്, ഞാനിങ്ങനെ പച്ച കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. മാർക്ക് ചെയ്തേക്കാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ഓക്കെ, ഇനി ഓർത്തിരിക്കുക, സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ആരാണ്? കുന്തിപ്പുഴയാണ്. ദെൻ സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ആരാണെന്ന് ചോദിച്ചാല് സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി അത് തൂതപ്പുഴയാണ്. ഓർത്തിരിക്കുക, കുന്തിപ്പുഴ തൂതപ്പുഴയിൽ പതിക്കുന്നു. കുന്തിപ്പുഴ എവിടെ പതിക്കുന്നു? തൂതപ്പുഴയിൽ പതിക്കുന്നു. ഈ തൂതപ്പുഴ ആരുടെ പോഷക നദിയാണ്? തൂതപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. അപ്പൊ കുന്തിപ്പുഴ തൂതപ്പുഴയിൽ പതിക്കുന്നു. തൂതപ്പുഴ ആരുടെ പോഷക നദിയാണ്? ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. ഓർത്തിരിക്കുക, ഈ തൂതപ്പുഴയുടെ പോഷക നദിയായ തുപ്പനാട് പുഴയിലാണ് കറക്റ്റ് ഏത് പ്രോജക്റ്റ് ഉള്ളത്? മീൻവല്ലം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ പറയുമ്പോൾ നമ്മൾ ഏതേ പറയത്തുള്ളൂ? തൂതപ്പുഴ എന്നേ പറയത്തുള്ളൂ. തെറ്റരുത്. ഓർത്തിരിക്കുക, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ, സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. കുന്തിപ്പുഴ തൂതപ്പുഴയുടെ പോഷക നദിയാണ്. തൂതപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. മാത്രമല്ല, വിവാദമായ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാൽ
വിവാദമായ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി ഏതു നദിയിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്? കുന്തിപ്പുഴയിലായിരുന്നു. ഇതിനെതിരായിട്ട് ആരംഭിച്ച പ്രക്ഷോഭമാണ് സേവ് സൈലന്റ് വാലി മൂവ്മെന്റ്. 1973 മുതൽ 1983 വരെ നടന്ന ഒരു പ്രക്ഷോഭ പരിപാടിയായിരുന്നു സേവ് സൈലന്റ് വാലി മൂവ്മെന്റ്. ഇതിനെ തുടർന്നാണ് 1984 ഇന്ദിരാഗാന്ധി ഈ പ്രദേശത്തെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്. എന്നിട്ട് 1985 രാജീവ് ഗാന്ധി ഇത് ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാം ഈ സേവ് സൈലന്റ് വാലി മൂവ്മെന്റിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. ഇതിന് നേതൃത്വം നൽകിയ സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. ഇതിന് നേതൃത്വം നൽകിയ സംഘടന ആരാണ്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. ഓക്കെ, സെറ്റാണ്. നമ്മുടെ സുഗതകുമാരിയൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. മരത്തിന് സ്തുതി എന്നൊരു കവിതയായിരുന്നു ഇതിന്റെ ഒരു മുദ്രാവാക്യമായിട്ട് അവര് കൊണ്ടു നടന്നത്. ഓക്കെ, ഇനി തിരിച്ചു വരാൻ നമുക്ക്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2 ക്വസ്റ്റ്യൻ തെറ്റരുത്. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ആരംഭിച്ച ഇന്ത്യയിൽ ആദ്യ ജലവൈദ്യുത പദ്ധതി മാങ്കുളം ഇടുക്കി. എന്നാൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു ജലവൈദ്യുത പദ്ധതി മീൻവല്ലമാണ്. അതും മാത്രമല്ല മക്കളെ, പൊതുജന പങ്കാളിത്തത്തോടു കൂടി ആരംഭിച്ച കേരളത്തിൽ ആദ്യ ജലവൈദ്യുത പദ്ധതി അതും ഏത് തന്നെയാണ്? മീൻവല്ലം തന്നെയാണ്. പൊതുജന പങ്കാളിത്തത്തോടു കൂടി ആരംഭിച്ച കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയും ഏത് തന്നെയാണ്? മീൻവല്ലം തന്നെയാണ്. സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി വിതരണം ചെയ്യുന്ന ഒരേ ഒരു കോർപ്പറേഷൻ തൃശ്ശൂർ ആണ്. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി വിതരണം ചെയ്യുന്ന ഒരേ ഒരു കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ ആണ്. ദെൻ കേരളത്തിൽ KSEB വൈദ്യുതി വിതരണം ചെയ്യാത്ത 2 സ്ഥലങ്ങളാണ്. ഒന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ, രണ്ടാമത്തേത് കണ്ണൻ ദേവൻ ഹിൽസ് ഇടുക്കി. അപ്പോൾ കേരളത്തിൽ KSEB വൈദ്യുതി വിതരണം ചെയ്യാത്ത 2 സ്ഥലങ്ങളാണ്. ഒന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ, രണ്ടാമത്തേത് കണ്ണൻ ദേവൻ ഹിൽസ് ഇടുക്കി. നിങ്ങൾ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ KSEBയുടെ ബില്ല് അടയ്ക്കാൻ പോവുകയാണെങ്കിൽ അതിന് തൊട്ട് താഴെ 2 ഓപ്ഷൻ കാണാൻ പറ്റും. ഒന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ, രണ്ടാമത്തേത് കണ്ണൻ ദേവൻ ഹിൽസ് ഇടുക്കി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. ആരാത്? ഇടുക്കിയാണ്. ഓക്കെ, ഇടുക്കി. സ്ഥാപിത ശേഷി 780 മെഗാവാട്ട് ആണ്. സ്ഥാപിത ശേഷി എത്രയാണ്? 780 മെഗാവാട്ട് എന്ന് വെച്ചാൽ 130 മെഗാവാട്ടിന്റെ 6 ടർബൈൻ ആണ് അവിടെ ഇരുന്ന് ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. സ്ഥാപിത ശേഷി 780 മെഗാവാട്ട് ആണ്. അപ്പൊ ഇടുക്കിയെ കുറിച്ച് പറയുമ്പോൾ 2 പോയിന്റ്സ് ഓർത്തിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ഏഷ്യയിലെ ആദ്യ ആർച്ച് ഡാം ഏതാണ്? ഏഷ്യയിലെ ആദ്യ ആർച്ച് ഡാം ഇടുക്കിയാണ്. മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമും ഇത് തന്നെയാണ്, ഇടുക്കിയാണ്. ഏഷ്യയിലെ ആദ്യ ആർച്ച് ഡാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം, കേരളത്തിലെ ഏറ്റവും വലിയ ഡാം, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം, അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആൻസർ ആരാണത്? ഇടുക്കിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇടുക്കിയുടെ ഉയരം വരുന്നത് 169 മീറ്റർ ആണ്. 169 മീറ്റർ ആണ് ഇടുക്കിയുടെ ഹൈറ്റ് വരുന്നത്. ഫീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 555 ഫീറ്റ് ആണ്. 555 ഫീറ്റ് ആണ് ഇതിന്റെ ഉയരമായിട്ട് വരുന്നു. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് ഇടുക്കി ഡാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്. ഇടുക്കി പദ്ധതിയുടെ നിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കി പദ്ധതിയുടെ നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. മൂലമറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഏത് ഡാമിൽ നിന്നാണോ വെള്ളം എടുക്കുന്നത് അതിനെ പ്രോജക്റ്റ് എന്ന് പറയും. ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്, പ്രോജക്റ്റ് ആണ്. എന്നാൽ എവിടെയാണോ അതിന്റെ ടർബൈൻ ഇരുന്ന് കറങ്ങുന്നത്, ആ ടർബൈൻ ഇരുന്ന് കറങ്ങി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ നിലയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇടുക്കി പദ്ധതിയുടെ നിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു? മൂലമറ്റത്ത് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ മൂലമറ്റമാണ്. സ്ഥാപിത ശേഷി 780 മെഗാവാട്ട് ആണ് ഇതിന്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ആയിട്ട് വരുന്നു. ഇനി പോയിന്റ് ഇതാണ്: ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ച വർഷം ഏതാണ്? 1975 ഒക്ടോബർ 4 ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ചു. 1963 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1975 ഒക്ടോബർ 4 ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ചു. 1976 ഫെബ്രുവരി 17
ഇന്ദിരാഗാന്ധി ഇടുക്കി പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തു. 1976 ഫെബ്രുവരി 17 ഇന്ദിരാഗാന്ധി ഇടുക്കി പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തു. ഇടുക്കിയിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതിയാണ് മലങ്കര ഹൈഡ്രോ പവർ പ്രോജക്റ്റ്. ഇടുക്കിയിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഏതാണത്? മലങ്കര ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ആണ്. അത് നല്ലൊരു പോയിന്റ് ആണ്, അത് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, സെറ്റ് ആണ്. നെക്സ്റ്റ്, 3 ഡാമുകൾ ചേർന്നതാണ് ഇടുക്കി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. 3 ഡാമുകൾ ചേർന്നതാണ് ഇടുക്കി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് ഇടുക്കി ഡാം, 2 ചെറുതോണി ഡാം, മൂന്നാമത്തേത് കുളമാവ് ഡാം. ഇടുക്കി ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം. ഇടുക്കി ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം. അങ്ങനെ ഈ 3 ഡാമുകൾ ചേർന്നതാണ് ഇടുക്കി പ്രോജക്റ്റ്. ഈ ഇടുക്കി പ്രോജക്റ്റ് നിർമ്മിക്കാനായിട്ട് KSEBയെ ഫിനാൻഷ്യലി ഫണ്ട് ചെയ്ത രാജ്യം, ഇടുക്കി പ്രോജക്റ്റ് നിർമ്മിക്കാനായിട്ട് KSEBയെ ഫിനാൻഷ്യലി ഫണ്ട് ചെയ്ത രാജ്യം അത് കാനഡയാണ്. ഓക്കെ, കാനഡ. സെറ്റ് ആണ്. ഇതിനകത്ത് കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം ഏതാണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം ചെറുതോണി ഡാം ആണ്. ഓർത്തിരിക്കാം, എന്താണ് ഗ്രാവിറ്റി ഡാം? വെള്ളം കൊടുക്കുന്ന തള്ളലിനെ, വെള്ളം കൊടുക്കുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സിനെ ഡാം തിരിച്ച് പ്രതിരോധിക്കുന്നത് അതിന്റെ ഭാരം കൊണ്ടാണെങ്കിൽ അങ്ങനെ നിർമ്മിക്കുന്ന ഡാമുകളെയാണ് നമ്മൾ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ആണ് ചെറുതോണി ഡാം. തെറ്റരുത്, കേരളത്തിലെ ഏറ്റവും വലിയ ഡാം, ഏറ്റവും ഉയരം കൂടിയ ഡാം ഇടുക്കിയാണ്. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണത്? ചെറുതോണിയാണ്. ഇനി വാട്ടർ ക്യാരിങ് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴ. അങ്ങനെ നമുക്ക് പറയാം, അത് തെറ്റൊന്നും അല്ല. ഓക്കെ, സെറ്റ് ആണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, അപ്പൊ ഈ 3 ഡാമുകൾ നിർമ്മിക്കാനായിട്ട് KSEBയെ ഫിനാൻഷ്യലി ഫണ്ട് ചെയ്ത രാജ്യം ഏതാണത്? കാനഡയാണ്. ഓക്കെ, കാനഡ. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണ്. ഓക്കെ, ശബരിഗിരി പ്രോജക്റ്റ് ആണ്. ഈ ശബരിഗിരി പ്രോജക്റ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? പത്തനംതിട്ടയിലാണ് ശബരിഗിരി പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. ഇതിന്റെ മെയിൻ സ്ട്രീം പമ്പ നദിയാണ്. ഓക്കെ, പമ്പ നദി. അതായത് ഇങ്ങനെയാണ് കറക്റ്റ് വരുന്നത്. 2 നദികളിലെ വെള്ളം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നു. പ്രധാനമായിട്ടും 2 നദി, അല്ലാതെ 3 നദിയുണ്ട്. ആനത്തോടെന്നൊരു നദിയും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് ഈ വരുന്ന ഈ നദിയാണ് പമ്പ. ഇത് പമ്പയാണ്. ഈ വരുന്ന ഈ നദി കക്കിയാണ്. പമ്പയുടെ പോഷക നദിയായ കക്കിയാണ്. ഓക്കെ, കക്കി. ഇവിടെ ഡാം നിർമ്മിച്ചിട്ടുണ്ട്, ശബരി ഡാം നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ ഡാം നിർമ്മിച്ചിട്ടുണ്ട്, കക്കി ഡാം നിർമ്മിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഡാമിൽ നിന്ന് വെള്ളം പൈപ്പ് വഴിക്ക്, അതായത് പെൻസ്റ്റോക്ക് വഴിക്ക് നേരെ എങ്ങോട്ട് കൊണ്ടുവരുന്നു? മൂഴിയാറിലേക്ക് കൊണ്ടുവരുന്നു. എങ്ങോട്ട് കൊണ്ടുവരുന്നു? മൂഴിയാറിലേക്ക് കൊണ്ടുവരുന്നു. പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാറിലേക്ക് കൊണ്ടുവന്ന്, മൂഴിയാറിലാണ് ഇതിന്റെ പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. മൂഴിയാറിലാണ് ഇതിന്റെ പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. നിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു? മൂഴിയാറിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും 2 നദികളിലെ ജലമാണ് ഈ ശബരിഗിരി പ്രോജക്റ്റിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് പമ്പയാണ്, രണ്ടാമത്തേത് കക്കിയാണ്. ഈ 2 നദികളിലെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഓർത്തിരിക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണ്. 2 നദികളിലെ വെള്ളം യൂസ് ചെയ്യുന്നു. ഒന്ന് പമ്പ, രണ്ടാമത്തേത് കക്കി, മൂന്നാമത്തേത് ആനത്തോടെന്നൊരു നദിയും കൂടെ ഉണ്ട്. സ്ഥാപിത ശേഷി 340 മെഗാവാട്ട് ആണ്. ആരംഭിച്ച സമയത്ത് 300 മെഗാവാട്ട് ആയിരുന്നു. പിന്നീട് 340 മെഗാവാട്ട് ആയിട്ട് ഇതിന്റെ വൈദ്യുതി ഉൽപാദനം ഉയർത്തി. ഓക്കെ, ഇനി ഇത് കമ്മീഷൻ ചെയ്തത് 1967 66 കാലഘട്ടത്തില് VV ഗിരിയാണ്. ഓക്കെ, VV ഗിരിയാണ് ഇത് കമ്മീഷൻ ചെയ്തത്. സോ ശബരിഗിരി പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ, ശബരിഗിരി പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തത് VV ഗിരിയാണ്. ശബരിഗിരി പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തത്. ദെൻ ശബരിഗിരി പദ്ധതിയുടെ നിലയം സ്ഥിതി ചെയ്യുന്നത് മൂഴിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശബരിഗിരി പദ്ധതിയുടെ നിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു? മൂഴിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, മൂഴിയാറിൽ സ്ഥിതി ചെയ്യുന്നു. സെറ്റ് അല്ലേ? ഇത് ഏത് രാജ്യവുമായി സഹകരിച്ചാണ് ശബരിഗിരി പ്രോജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്? മറക്കണ്ട, ശബരിഗിരി പ്രോജക്റ്റ് ഏത് രാജ്യവുമായി സഹകരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇത് ഇൻഡോ അമേരിക്കൻ പ്രോജക്റ്റ് ആണ്. ഇൻഡോ അമേരിക്കൻ പ്രോജക്റ്റ് ആണ് ശബരിഗിരി പ്രോജക്റ്റ്. ക്ലിയർ ആണ്? ഓക്കെ, നെക്സ്റ്റ്, തെറ്റരുത്, തെറ്റാതിരിക്കാൻ വേണ്ടി പറയാണ്, ശബരി ഏത് നദിയുടെ പോഷക നദിയാണ്? ശബരി ഏത് നദിയുടെ പോഷക നദിയാണ് എന്ന് ചോദിച്ചാൽ, ശബരി ഗോദാവരിയുടെ പോഷക നദിയാണ്. ശബരി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ്. എന്നാൽ ശബരി ഡാം സ്ഥിതി ചെയ്യുന്നത് പമ്പ, പത്തനംതിട്ട. ശബരി ഗോദാവരിയുടെ പോഷക നദിയാണ്.
ശബരി ഡാം സ്ഥിതി ചെയ്യുന്നത് പമ്പ പത്തനംതിട്ട. എന്നാൽ മിനി പമ്പ പ്ലാൻ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിനി പമ്പ പ്ലാൻ ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മിനി പമ്പ പ്ലാൻ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശബരിമല തീർത്ഥാടകരുടെ മലബാർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്താവളമാണ്. ശബരിമല തീർത്ഥാടകരുടെ മലബാർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്താവളമാണ് മിനി പമ്പ പ്ലാൻ. ഇത് ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. തെറ്റരുതേ മക്കളെ. ശബരി ഗോദാവരിയുടെ പോഷക നദിയാണ്. ശബരി ഡാം സ്ഥിതി ചെയ്യുന്നത് പമ്പ പത്തനംതിട്ട. എന്നാൽ മിനി പമ്പ പ്ലാൻ ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്ന നദി. കേരളത്തിലെ ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണ്. ഓക്കെ, പെരിയാറിലാണ് കേരളത്തിലെ ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, അടുത്ത മനസ്സിലാക്കുക. കേരളത്തിൽ ആദ്യ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോടാണ്. കേരളത്തിൽ ആദ്യ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോടാണ്. കഞ്ചിക്കോട് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ഇനി ഏഷ്യയിൽ ഏറ്റവും അധികം കാറ്റ് വീശുന്ന സ്ഥലം രാമക്കൽമേടാണ്. ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്. ഏഷ്യയിലെ ഏറ്റവും അധികം കാറ്റ് വീശുന്ന സ്ഥലം രാമക്കൽമേടാണ്. ഇടുക്കി ജില്ലയിലാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത്. അവിടെയും KECBക്ക് കാറ്റാടിപ്പാടങ്ങളുണ്ട്. സ്വകാര്യ മേഖലയിലെ പാർട്ട്നേഴ്സിനും അവിടെ കാറ്റാടിപ്പാടങ്ങളുണ്ട്. അപ്പൊ കാറ്റാടിപ്പാടങ്ങൾ പ്രധാനമായിട്ടും കേരളത്തിൽ രണ്ട് സ്ഥലത്താണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് കഞ്ചിക്കോടാണ്, രണ്ടാമത്തേത് രാമക്കൽമേടാണ്. എന്താണ് രാമക്കൽമേടിന്റെ പ്രത്യേകത? ഏഷ്യയിൽ ഏറ്റവും അധികം കാറ്റ് വീശുന്ന സ്ഥലം. ഏഷ്യയിൽ ഏറ്റവും അധികം കാറ്റ് വീശുന്ന സ്ഥലം അത് രാമക്കൽമേടാണ്. ഇനി KECB നിലവിൽ വന്നത് 1957 മാർച്ച് 31. 1957 മാർച്ച് 31 KECB നിലവിൽ വന്നത്. അപ്പൊ എന്നാണ് KECB നിലവിൽ വന്നത്? 1957 മാർച്ച് 31 KECB നിലവിൽ വന്നത്. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ളത്, പഠിക്കാനുള്ളത്. ഇതിലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള 3 പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, ഒരു ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ആരംഭിച്ച ഇന്ത്യയിൽ ആദ്യ ജലവൈദ്യുത പദ്ധതി മാങ്കുളം ഇടുക്കിയാണ്. ഓക്കെ, തെറ്റരുത്, മീൻവല്ലമല്ല, മാങ്കുളമാണ്. ഇനി അത് കഴിഞ്ഞ രണ്ടാമതായിട്ട്, ഇടുക്കിയിൽ ആദ്യമായി ജലവൈദ്യുതി ഉൽപാദനം ആരംഭിച്ച വർഷം, അല്ലെങ്കിൽ ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ച വർഷം 1975 ഒക്ടോബർ 4. മനസ്സിനകത്ത് ഏതേ വരത്തുള്ളൂ? മനസ്സിനകത്ത് നമ്മുടെ 1976 വരത്തുള്ളൂ. ഇടുക്കി കമ്മീഷൻ ചെയ്ത വർഷമേ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണ്. ഈ ശബരിഗിരി ഏത് നദിയിലാണെന്ന് നിങ്ങൾക്ക് അറിയാം. ആര് കമ്മീഷൻ ചെയ്തു എന്നറിയാം. ഇത് ഇൻഡോ അമേരിക്കൻ പ്രോജക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി എല്ലാവർക്കും എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, തെറ്റാൻ വഴിയില്ല. പക്ഷെ പള്ളിവാസലിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഏതാണ്? കൺഫ്യൂസിംഗ് ആണ്, തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇടുക്കിയിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി. ഇടുക്കിയിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഏതാണത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലങ്കര ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ആണ്. തെറ്റാണ്. ഓക്കെ, ഇനി അതേപോലെ മറ്റൊരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക, ഉറുമി ഡാം. ഈ ഉറുമി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇരുവഞ്ഞിപ്പുഴയിലാണ്. ഉറുമി ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇരുവഞ്ഞിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി അതേപോലെ തന്നെ ഏത് രാജ്യവുമായി സഹകരിച്ചാണ് ഉറുമി ഡാം നിർമ്മിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ചൈനയുമായിട്ട് സഹകരിച്ചാണ് ഉറുമി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് ഒരു 3 ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, അപ്പൊ ആൻസർ അറിയാവുന്ന ആൾക്കാർ മുഴുവനും താഴെ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് താഴെ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്തോ. അതിനകത്ത് ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് നോട്ട്സ് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല പോൾ ക്വസ്റ്റ്യൻസും ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പോൾ ചെയ്ത് നോക്കുക. ഒരിക്കലും പിന്നെ ഈ ടോപ്പിക്ക് നിങ്ങൾ മറക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇതാണ് എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓക്കെ, അപ്പൊ ഞാൻ ഓപ്ഷനും തരാം. ഇന്ത്യയിൽ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷനും ഞാൻ തരാം. ഓപ്ഷൻ എ വന്നിട്ട് സിന്ദ്രാപോങ് ആണ്. ഓക്കെ, സിന്ദ്രാപോങ് സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിംഗിലാണ്. സിന്ദ്രാപോങ് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. അത് കഴിഞ്ഞ ഓപ്ഷൻ ബി ആണെങ്കിൽ ശിവസമുദ്രം. ഓക്കെ, ശിവസമുദ്രം. ഓപ്ഷൻ സി ആണെങ്കിൽ പൈക്കരയാണ്. ഓക്കെ, പൈക്കര. ഓക്കെ, പൈക്കര. ഓപ്ഷൻ സി വന്നിട്ട് ഏതാണ്? പൈക്കര. 3 ഓപ്ഷൻ ഞാൻ ഇട്ടിട്ടുള്ളൂ, കാര്യം 3ഉം കൺഫ്യൂസിംഗ് ആണ്. അത് കഴിഞ്ഞ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പിടിച്ചോടാ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഇതാണ് എന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ വന്നിട്ട് കൊയ്ന മഹാരാഷ്ട്ര. ഓപ്ഷൻ ബി ആണെങ്കിൽ ഭക്ര നങ്കൽ ആണ്. ഓപ്ഷൻ ബി ആരാ? ഭക്ര നങ്കൽ.
ഓപ്ഷൻ സി വന്നിട്ട് തെഹരിയാണ്. ഓപ്ഷൻ സി ആരാ? തെഹരിയാണ്. ഓക്കെ, തെഹരി. അത് കഴിഞ്ഞ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പിടിച്ചോടാ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. ഇതാണ് എന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. ഓപ്ഷൻ ഞാൻ തരാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഓപ്ഷൻ എ ദാ പിടിച്ചോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റമാണ്. ഓക്കെ, മൂലമറ്റം. ഓപ്ഷൻ ബി വന്നിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം നാത്പ ചാക്രി. നാത്പ ചാക്രി. നാത്പ ചാക്രി. ഓപ്ഷൻ സി ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഹിരാക്കുഡ് ആണ്. ഓക്കെ, ഹിരാക്കുഡ്. അങ്ങനെ 3 ഓപ്ഷൻസ് ഞാൻ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പിടിച്ചോ. ഇന്ത്യയിൽ ഏറ്റവും അധികം ജലവൈദ്യുത ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും അധികം ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇതാണ് എന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയില് ഏറ്റവും അധികം ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഓക്കെ, കയ്യിൽ ശ്രമിച്ചിരി മോശമാണ്, നിങ്ങൾ അങ്ങ് ക്ഷമിക്കുക. ഇന്ത്യയിൽ ഏറ്റവും അധികം ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടേക്കുന്നത്. ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ മഹാരാഷ്ട്രയാണ്. ഓപ്ഷൻ ബി ആണെങ്കിൽ ആന്ധ്രാപ്രദേശ് ആണ്. ഓക്കെ, ആന്ധ്രാപ്രദേശ് ആണ്. അത് കഴിഞ്ഞ ഓപ്ഷൻ സി വന്നിട്ട് തമിഴ്നാടാണ്. ഓപ്ഷൻ ഡി വന്നിട്ട് കേരളമാണ്. ഒരിക്കലും അല്ല, എന്നാൽ ഇരിക്കട്ടെ. ഓപ്ഷൻ ഡി ആണെങ്കിൽ കേരളം. അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് 4 ക്വസ്റ്റ്യൻസ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. തെറ്റരുത്, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. റീസെന്റ് ആൻസർ മാറി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും അധികം ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? 4 ക്വസ്റ്റ്യൻ. ആൻസർ അറിയാമെന്നുള്ളവർ താഴെ കമന്റ് ഇട്ടോ. അറിയാത്തവരാണെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്തോ. ഇതിന്റെ ഫുൾ നോട്ടിന്റെ PDF ഞാൻ ഇട്ടിട്ടുണ്ട്. പോൾ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തോ. അപ്പൊ മക്കളെ, സമയം ദാ 5:30 ആകാൻ പോവുകയാണ്. ഉഷാറല്ലേ? രാവിലെ എണീറ്റതിന്റെ ആ ഒരു ക്ഷീണമൊക്കെ അങ്ങ് പോയി. പഠിക്കാനുള്ള ആഗ്രഹമൊക്കെ മനസ്സിനകത്ത് വന്നില്ലടാ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ രാവിലെ എണീറ്റതിൽ. കാരണം നിങ്ങൾ അറ്റോമിക് ഹാബിറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങി. ഒരു വലിയ ലക്ഷ്യത്തെ ചേസ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഡിസിപ്ലിൻ ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ലൈഫിൽ സെറ്റ് ആക്കുക. ചെറിയ ഗോളുകൾ ലൈഫിൽ സെറ്റ് ആക്കുക. ആ ചെറിയ ഗോളുകളാണ് നാളെ വലിയ ഒരൊറ്റ ലക്ഷ്യമായിട്ട് മാറുന്നത്. അവിടെ ഞാൻ നിങ്ങളെ വീണ്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം രാവിലെ നിങ്ങൾ കൊടുത്ത ഈ എഫേർട്ട് ഉണ്ടല്ലോടാ, ഒന്നും പറയാനില്ല. സൂപ്പർ. അപ്പോ നിങ്ങളുടെ കൂടെ എന്നും സൂപ്പർ നോട്ട്സ് കട്ടയ്ക്ക് കാണും. ഫുൾ സപ്പോർട്ട് നമ്മൾ തരും. എനിക്ക് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പ് തരാം, സൂപ്പർ നോട്ട്സ് തരുന്ന കോണ്ടന്റ് ക്വാളിറ്റി മറ്റൊരാൾക്കും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല. അത് ക്ലാസ്സിലായിക്കോട്ടെ, നോട്ട്സിലായിക്കോട്ടെ, മെന്റർഷിപ്പിലായിക്കോട്ടെ, നമ്മുടെ മോട്ടിവേഷൻ സെഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ കൂടെ ഏറ്റവും മികച്ചത് തന്നുകൊണ്ട് എപ്പോഴും സൂപ്പർ നോട്ട്സ് കൂടെ തന്നെ കാണും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ദിവസം രാവിലെ 5 മണിക്ക് കാണാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു എന്താ പറയാ ശുഭദിനം നേരുന്നു. താങ്ക് യു ഓൾ.